ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDAക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJPക്ക് വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം. UAEയിൽ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് വിജയിച്ചത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. വിശദാംശങ്ങളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും, നെടുമങ്ങാട് GR അനിലും, ചെങ്ങന്നൂരിൽ സജി ചെറിയാനും, ചേർത്തലയിൽ P പ്രസാദും, ഒല്ലൂരിൽ K രാജനും വിജയിച്ചു. മന്ത്രിമാരായ MB രാജേഷ്, KB ഗണേഷ് കുമാർ, P രാജീവ്, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, V ശിവൻകുട്ടി, O അബ്ദുറഹ്മാൻ, AK ശശീന്ദ്രൻ, VN വാസവൻ, J ചിഞ്ചുറാണി, OR കേളു എന്നിവർ പരാജയപ്പെട്ടു. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും, K മുരളീധരൻ വട്ടിയൂർക്കാവിലും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം. G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി KK ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ PMA സമീർ, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്ത് തുടങ്ങിയവർ 50,000 മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും NDA സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും, V മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA 2ാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനം NDAക്കാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തമിഴ് രാഷ്ട്രീയത്തിൽ പുതുചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം രൂപീകരണത്തിന് ശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പാർട്ടി അധ്യക്ഷൻ വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മണ്ഡലമായ കൊളത്തൂരിൽ പരാജയപ്പെട്ടു. TVK സ്ഥാനാർത്ഥി VS ബാബു 8700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സ്റ്റാലിനെ പരാജയപ്പെടുത്തിയത്. അവിനാശി സംവരണ മണ്ഡലത്തിൽ കേന്ദ്ര സഹമന്ത്രി L മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. മറ്റു പാർട്ടികളിൽ PMK 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും വിജയിച്ചപ്പോൾ CPIM 2 സീറ്റിലും BJP 1 സീറ്റിലും വിജയിച്ചു. പശ്ചിമബംഗാളിൽ 293 മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUPയും 2 സീറ്റിലും CPMും AISFും ഓരോ സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയോട് 15,000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂർ സീറ്റിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു.
അസമിലും BJP അധികാരത്തിലേക്ക് 126 സീറ്റുകളിൽ 101 NDA സഖ്യം തുടർ ഭരണമുറപ്പിച്ചു. BJP 82 സഖ്യകക്ഷികളായ AGPയും പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതവും നേടി. കോൺഗ്രസ് 19, AIUDF, RJRD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന്റെ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ NDA സഖ്യം 18 വിജയിച്ചു. AINRC 12 സീറ്റ് നേടി. LJK, ADMK, NYMK എന്നിവർ ഓരോ സീറ്റിലും വിജയിച്ചു. DMK 5 BJP 4 TVK 2 കോൺഗ്രസ് 1 വിജയിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. NDAക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇന്നലെ നടന്നു. ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാൻഡിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ BJP വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ NCP വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ ഇന്ന് സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കോൺഗ്രസിന്റെയും തുടർന്ന് UDFന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേർന്ന ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേരുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും വേഗത്തിൽ തന്നെ ചേരുവാനും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ സത്യപ്രതിജ്ഞ നടത്തുവാനുമായിരിക്കും ശ്രമം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരിക്കും കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുകയെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതിനിടെ അനൌദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കും. UAEയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. ഇന്നലെ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിന് നേരെയാണ് ആക്രമണമുണ്ടായത്. UAE ലക്ഷ്യമാക്കി വന്ന 12 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും 3 ക്രൂയിസ് മിസൈലുകളും വിജയകരമായി തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ 3 ഇന്ത്യൻ പൌരന്മാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പ്രാദേശിക അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം ഇറാന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് UAEയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളിയാഴ്ച വരെ അടച്ചു. ഗൾഫിൽ സംഘർഷം കടുക്കുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. തിങ്കളാഴ്ച എണ്ണവില ഏകദേശം 6% ഉയർന്നത്. ഇതോടെ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $6.27 വർദ്ധിച്ച് $114.44 IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ലക്നൌ ഉയർത്തിയ 229 റൺസ് വിജയലക്ഷ്യം 18.4 ഓവറിൽ മുംബൈ മറികടക്കുകയായിരുന്നു. ഇതോടെ മുംബൈ 6ാം സ്ഥാനത്തേക്കെത്തി. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി രാജ്യം വിട്ട പിടികിട്ടാപ്പുള്ളി മുഹമ്മദ് നവാസ് കക്കാട്ട് ഇസ്മായിലിനെ UAEയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ CBI ആണ് പ്രതിയെ ഇന്ത്യയിൽ തിരികെ എത്തിച്ചത്. ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, വിശ്വാസവഞ്ചന, രേഖകൾ ചമയ്ക്കൽ, ആൾമാറാട്ടം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഡൽഹി പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. CBIയുടെ റെഡ് നോട്ടീസിനെ തുടർന്ന് UAEയിൽ പിടിയിലായ ഇയാളെ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിലെത്തിച്ചു. തുടർന്ന് ഡൽഹി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDAക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJPക്ക് വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം.
UAE-യിൽ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.